പഹൽഗാം ഭീകരാക്രമണത്തിലെ അന്വേഷണം കശ്മീരിലെ വിഘടനവാദ സംഘടനകളിലേക്കും നീളുന്നു. വെടിവെപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പഹൽഗാമിലെത്തിയ ഭീകരർക്ക് പ്രാദേശിക പിന്തുണ കിട്ടിയിരുന്നുവെന്നാണ് NIA-യുടെ കണ്ടെത്തൽ. ബൈസരൻ വാലിക്ക് പുറമെ 3 ഇടങ്ങളിൽ കൂടി ആക്രമണത്തിന് ഭീകരവാദികൾ ലക്ഷ്യമിട്ടുവെന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. അമൃത്സർ അതിർത്തിയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം BSF തകർത്തു. വെടിവെപ്പ് അന്വേഷണം പ്രാദേശിക നേതാക്കളിലേക്ക് എത്തുകയാണ്. കുപ്വാര, ഹദ്വാര, അനന്ത്നാഗ്, ത്രാൽ, പുൽവാമ അടക്കമുള്ള മേഖലകളിലെ ഹുറിയത്ത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തി. പ്രാദേശിക പിന്തുണയോടെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പഹൽഗാമിൽ തീവ്രവാദികൾ എത്തിയെന്നാണ് വിലയിരുത്തൽ. നിരവധി പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 186 പേർ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. ബൈസരൻ വാലിക്ക് പുറമെ അരു താഴ്വര, അമ്യൂസ്മെന്റ് പാർക്ക്, ബേതാബ് താഴ്വര എന്നിവിടങ്ങളിലും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടു. പക്ഷേ സുരക്ഷ ശക്തമായതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. താഴ്വരയിൽ നിന്നും 3 സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചതിന്റെ തെളിവുകളും NIA കണ്ടെത്തി. NIA DGയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പെഹൽഗാമിലെത്തിയിട്ടുണ്ട്. പെഹൽഗാം സംഭവത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സൈബർ ആക്രമണത്തിന് നീക്കം നടക്കുന്നതായും സൂചനകളുണ്ട്. ബാങ്കിംഗ്, റെയിൽവേ ഒപ്പം വിവിധ സർക്കാർ വകുപ്പുകളുടെ ഇന്റർനെറ്റ് ശൃംഖലയിൽ ഹാക്കിങ്ങിനാണ് ശ്രമം. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള ഹാക്കർമാർ ഇത്തരം ശ്രമം നടത്തുന്നതായി അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ഇതിനിടെ പഞ്ചാബിലെ അമൃത്സർ അതിർത്തിയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. ഗ്രനേഡുകളും തോക്കുകളും അടക്കം ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കൊരുങ്ങവേ ലഷ്കർ ഇ തോയ്ബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ പാകിസ്ഥാൻ കൂട്ടി. നിലവിലെ സുരക്ഷയ്ക്ക് പുറമെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെയും ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷയ്ക്കായി നിയമിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി ഇന്ത്യയോട് സഹകരിക്കണമെന്ന് പാകിസ്ഥാനെ ഉപദേശിച്ച അമേരിക്ക ചർച്ചകളിലൂടെ 2 രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഏത് നിമിഷവും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വശത്ത് പാക് മന്ത്രിമാർ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ മറുവശത്ത് കൊടും ഭീകരർക്ക് സുരക്ഷയൊരുക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ തിരയുന്ന ലഷ്കർ ഇ തയ്യബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷയാണ് പാക് സർക്കാർ വർദ്ധിപ്പിച്ചത്. നിലവിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയതിന് 46 വർഷം ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുകയാണ് ഹാഫിസ് സയ്യിദ്. ജയിലിനു പകരം വീട് തടവറയാക്കി മാറ്റിയാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെയാണ് പാക് സൈന്യത്തിന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെ സുരക്ഷയ്ക്കായി നിയമിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് ഗൂണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ സംഘാംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഹാഫിസ് സയ്യിദിന്റെ ചിത്രം സഹിതമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലെ ഭീഷണി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചതെന്നാണ് വിവരം. ഇന്ത്യയുമായി സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാക് ചാരസംഘടനയായ ISIയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പാക് സർക്കാർ നിയമിച്ചു. അതേസമയം ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കാൻ ശ്രമം തുടരുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി സംസാരിച്ച US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറാകണമെന്നും ഇന്ത്യ നടത്തുന്ന അന്വേഷണവുമായി സഹകരിക്കണമെന്നും പാക് പ്രധാനമന്ത്രിയോട് US വിദേശകാര്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ചർച്ചയിലൂടെ സമാധാനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സൗദി അറേബ്യയും ഖത്തറും കുവൈത്തും രംഗത്ത് വന്നു. അതിനിടെ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 7ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഉറി, അക്നൂർ സെക്ടറുകളിലായിരുന്നു ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയുള്ള പാക് പ്രകോപനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുള്ള പാകിസ്ഥാൻ പൗരന്മാരെ മടക്കി അയക്കാനുള്ള തീരുമാനം ഏറെ വൈകാരിക രംഗങ്ങൾക്ക് ഇടവയ്ക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ ജീവിച്ചിരുന്നവർ ഉറ്റവരെ ഉപേക്ഷിച്ച് മടങ്ങുന്നത് ഭാവിയെക്കുറിച്ചുള്ള കടുത്ത ആശങ്കകളുമായാണ്. മുദ്നാസിർ അഹമ്മദ് ഷെയ്ഖ് ജമ്മു കാശ്മീർ പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്നു. 2022 ബാരാമുള്ളയിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തെ ശൗര്യചക്ര പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം രാജ്യത്തിന്റെ ഈ ധീരയോദ്ധാവിന്റെ മാതാവിന് രാജ്യം വിടേണ്ടി വരികയാണ്. 20 വയസ്സിൽ പാകിസ്ഥാനിൽ നിന്നെത്തി കാശ്മീർ പോലീസ് ഓഫീസറെ വിവാഹം കഴിച്ച് കഴിഞ്ഞ 45 വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്ന ഈ അമ്മ ഉറ്റവരെ എല്ലാം ഉപേക്ഷിക്കുന്ന തീരാവേദനയോടെ പാകിസ്ഥാനിലേക്ക് മടങ്ങി. जो पाकिस्तान वाले हैं उनको पार कर दो, हमारा कोई एतराज नहीं है. जो हिस्सा पीको का हमारा है POK, इनको मत तंग करें. मिली है और दिया जी अमीर शाह ने खुद दिया है. मेरे पास फोटोग्राफ है पूरी. ये हमारा सजाती है. പെഹൽഗാം സംഭവത്തെ തുടർന്ന് പാകിസ്ഥാൻ പൗരത്വമുള്ളവരെ മടക്കി അയക്കാനുള്ള തീരുമാനം ഇത്തരം നിരവധി വൈകാരിക രംഗങ്ങൾക്ക് ഇടവയ്ക്കുന്നു. കശ്മീരിലെ മെൻധാർ ഗ്രാമത്തിൽ നിന്നും
11 പേരാണ് പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോയത്. 45 വർഷത്തിലധികമായി ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ് ഇവരിലധികവും. ഉറ്റവരെ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ ഇനി എന്താകുമെന്നതാണ് പലരുടെയും ആശങ്ക. കഴിഞ്ഞ 17 വർഷമായി ഇന്ത്യയിൽ താമസിക്കുകയാണ് ഒസാമ എന്ന ഈ യുവാവ്. പരീക്ഷ എഴുതി ജോലി കാത്തിരിക്കുമ്പോഴാണ് പാകിസ്ഥാനിലേക്ക് മടങ്ങാനുള്ള സർക്കാർ നിർദ്ദേശം എത്തുന്നത്. പാകിസ്ഥാനിലെത്തിയാൽ തന്റെ ജീവിതം ഇനി എന്താകുമെന്ന ആശങ്കയിലാണ് ഈ യുവാവിന്റെ മടക്കം. मेरे इस टाइम पे जो मेरा थॉट प्रोसेस बिल्कुल काम नहीं कर रहा, मैं टोटली ब्लैंक हो गया हूँ. अभी मैं करंटली मैं परसू कर रहा हूँ अपना बैचलर्स इन कंप्यूटर साइंस. मेरा फाइनल सेमेस्टर चल रहा है. जून में मेरे एग्जाम्स थे, तो मेरे कुछ और प्लान्स थे कि एग्जाम्स खत्म करके मैं जॉब्स के लिए इंटरव्यू के लिए मैं प्रिपेयर कर रहा था. लेकिन अचानक से जब सब चीज होना, ठीक है, ये बहुत अफेक्ट करती है. तो मेरा इस टाइम थॉट प्रोसेस बिल्कुल डिस्टर्ब हो गया है. പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ താമസിക്കുന്നവരെ മടക്കി അയക്കാനുള്ള തീരുമാനം മനുഷ്യത്വപരമായി പുനഃപരിശോധിക്കണമെന്ന് കാശ്മീരിലെ രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. തീവ്രവാദത്തിനെതിരെ കടുത്ത നിലപാടെടുക്കുന്നവരാണെങ്കിലും പാകിസ്ഥാൻ പൗരത്വമെന്ന സാങ്കേതികതയാണ് ഇവർക്ക് വെല്ലുവിളിയാവുന്നത്. അട്ടാറി വാഗ അതിർത്തി വഴി 110 പേരാണ് ഇന്നലെ മാത്രം പാകിസ്ഥാനിലേക്ക് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.